അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ സംശയമുണ്ട്. ചില സ്ഥലങ്ങളിൽ വിത്തർ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാറുണ്ട്. 3 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കുന്നത് എന്ന് ഇമാമ് അവിടെ അറിയിപ്പൊന്നും ഇല്ലാതെയാണ് അങ്ങനെ നിസ്കരിക്കാറുള്ളത്. മഅ്മൂമികൾ ചില ആളുകൾ 2 റക്അത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്നു. ഈ സമയത്ത് ഇമാം 3 റക്അത്തിലേക്ക് എണീറ്റാൽ അതിൻ്റെ കൂടെ പോവുകയാണോ വേണ്ടത്, അതോ 2 റക്അത്ത് സലാം വീട്ടുകയാണോ വേണ്ടത് എന്നൊന്നറിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിത്തർ 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിലും അത് നല്ല രൂപത്തിൻ്റെ എതിരാണ്. മഗ്രിബിനോട് വിത്തറിനെ സദൃശ്യമാക്കരുത് എന്ന് കൽപ്പനയുള്ളതിനാൽ കറാഹത്ത് വരും. അതുകൊണ്ട് 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കൽ നല്ലതിൻ്റെ മാറ്റമാണ്, കറാഹത്താണ്. പക്ഷെ അങ്ങനെ നിസ്കരിച്ചാലും സഹിയാകും. ഇമാമ് 3 റക്അത്തും കൂടി ഒരുമിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഅ്മൂമ് 2 റക്അത്തിനാണ് നിയ്യത്ത് വെച്ചത് എങ്കിൽ പോലും 3-ാമത്തെ റക്അത്തിലേക്ക് എണീൽക്കുന്നതിൻ്റെ മുമ്പായി ഞാൻ 2 റക്അത്തെ നിയ്യത്ത് വെച്ചിരുന്നുള്ളൂ, ഞാൻ 3 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ 3-ാമത്തെ റക്അത്തിലേക്ക് എണീൽക്കാവുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കണം. 2 റക്അത്ത് വിത്തറിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച മഅ്മൂമ് ഇമാമ് 3-ാമത്തെ റക്അത്തിലേക്ക് എണീൽക്കുമ്പോൾ ഞാൻ 2 റക്അത്ത് നിയ്യത്ത് വെച്ചിരുന്നത് 3 റക്അത്തായി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവരണം, വാക്കാൽ പറയരുത്. അങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നാൽ ഇമാമോടുകൂടെ 3-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് ഇമാമിനോടൊപ്പം നിസ്കരിക്കാവുന്നതാണ്. അവിടെ വെച്ച് സലാം വീട്ടലൊന്നും വേണ്ടതില്ല.